നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ്. ചിറ്റൂരിലെ ഓർഗാനിക് ഗോൾഡ് എന്ന് പറയുന്ന മുറ ഫാമിലുള്ളത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ വീഡിയോയിൽ വിവിധങ്ങളായിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു, വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മറുപടി, അതല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 2-3 ലോഡുകൾ പുതിയതായിട്ട് പോത്തുകുട്ടികളോട് വന്നിട്ടുണ്ട്. ഒക്കെ ഒറിജിനൽ ഹരിയാന മുറ പോത്തുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുതിയ വന്നിട്ടുള്ള സ്റ്റോക്കിനെ കൂടി നിങ്ങളിലേക്ക് കാണിച്ചു തരാനും അതിന്റെ വിലയും മറ്റു കാര്യങ്ങളും സൈസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അത് ഈ നമ്മുടെ പ്രേക്ഷകരിലേക്ക് പുതിയതായിട്ട് എത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മുറ ഫാമായിട്ട് മാറുകയാണ് ചിറ്റൂരിലെ ഓർഗാനിക് ഗോൾഡ് എന്ന് പറയുന്ന ഈ മുറ ഫാം. ഒരൊറ്റ സമയം തന്നെ 300-ലധികം പോത്തുകുട്ടികളാണ് ഇപ്പോൾ നിലവിൽ മുറ എന്ന ഇനത്തിലൂടെ വന്നിരിക്കുന്നത്. മറ്റു ഫാമുകളിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് ഹരിയാനയിൽ നിന്ന് മുറ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുന്ന രീതിയാണ് ഇവർ അവലംബിക്കുന്നത്. അതായത് ഇവിടെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇട്ട് വിൽക്കുന്ന പരിപാടിയല്ല. അതിൽ മേൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള പരിപാടിയല്ല ഇവർ അവലംബിച്ചു വരുന്നത്, അല്ലെങ്കിൽ ചെയ്തു വരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ക്വാറന്റൈൻ എന്ന തരത്തിൽ പോത്തുകുട്ടികളെ പുറത്ത് പറമ്പിൽ കെട്ടി ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞ് മറ്റ് കേടുകളും സൂക്കേടുകളും ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇവരുടെ തൊഴുത്തിലേക്ക് കയറ്റുന്നു. എന്തെങ്കിലും സൂക്കേടുകൾ ഉണ്ടെങ്കിൽ അത് മരുന്നുകൾ കൊടുത്ത് ഭേദമാക്കിയതിനു ശേഷം മറ്റു പോത്തുകളോടൊപ്പം കെട്ടി അതാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഏതാണ്ട് 1000-ലധികം പോത്തുകൾ ഇവിടുന്ന് വിറ്റുപോയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഇങ്ങോളമുള്ള ആളുകളൊക്കെ വന്ന് മുറ പോത്തുകളെ കുട്ടികളെ വിശ്വസിച്ച് വാങ്ങി കൊണ്ടുപോയി നല്ല ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാമായിട്ട് ഓർഗാനിക് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാലക്കാടിലെ NH സൈഡില് നമ്മുടെ പുതിയൊരു ഫാം കൂടി വരാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ദിവസം തന്നെ അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് വരാൻ, അതായത് ചിറ്റൂർക്ക് വരാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് NH സൈഡിൽ തന്നെ നമുക്ക് കുട്ടികളെ കൊടുക്കാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് ക്വാറന്റൈൻ ഒന്നും കഴിയാത്ത കുട്ടികളാണ്, നേരിട്ട് കുട്ടികൾ മതി, അതായത് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ കുട്ടികളെ ഇറക്കി തന്നാൽ മതി അല്ലെങ്കിൽ നിർബന്ധമുള്ള, അല്ലെങ്കിൽ ആ പൈസയേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി അങ്ങനെ കൂടി കൊടുക്കാനുള്ള ഒരു ആലോചനയിലാണ് ഇവിടുത്തെ ഓർഗാനിക് മുറ ഫാമിലെ ജീവനക്കാരും അതിന്റെ ഓണറായിട്ടുള്ള നാസറയ്ക്കൊക്കെ ഉള്ളത്. അപ്പോ പൊതുവായിട്ടുള്ള ഇതിൽ നിന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വന്നിട്ടുള്ള കമന്റുകൾക്കുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ കമന്റുകൾക്കുള്ള വ്യക്തതയൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിതിനുണ്ട്. ഇവിടുത്തെ ഫാമിന്റെ മാനേജർ ആയിട്ടുള്ള നിതിനാണ്. നിതിനോട് നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം. നിതിനെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന എത്ര കുട്ടികൾ ഇപ്പൊ വന്നിട്ടുണ്ട്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഒരുപാട് പോത്തുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 300ഓളം പോത്തുകുട്ടികൾ നമ്മുടെ ഫാമിലുണ്ട് കറന്റ്. അപ്പൊ ഈ പുതിയ ലോഡുകൾ വന്ന് മുഴുവൻ ഇപ്പൊ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുള്ളതാണ്? ക്വാറന്റൈൻ കഴിഞ്ഞാൽ അല്ല, ക്വാറന്റൈനിലുള്ള കുട്ടികളുണ്ട്, ക്വാറന്റൈൻ കഴിഞ്ഞ കുട്ടികളും. കഴിഞ്ഞതിന്റെ കൊടുക്കാൻ 100-300ഓളം ഉണ്ട്. 100-300ഓളം കുട്ടികൾ നമുക്ക് വന്ന ലോഡിലുള്ളതാണ് ക്വാറന്റൈനിൽ വെച്ച്. അപ്പൊ പുറത്ത് കുറച്ച് പോത്തുകളെ കണ്ടു ക്വാറന്റൈൻ. എത്ര ദിവസം ക്വാറന്റൈനിൽ ഇപ്പൊ കടത്തും? നമ്മളൊരു 2 ആഴ്ച സംതിങ് കെട്ടിയിട്ട് അതിന് സെപ്പറേറ്റ് തൊഴുത്തിൽ പിന്നെയും സെപ്പറേറ്റ് ആ കെട്ടുക, എന്നിട്ടാണ് പിന്നെ മെയിൻ തൊഴുത്തിലേക്ക് കെട്ടുക. അതായത് നമ്മുടെ പോത്തുകളെ കൊണ്ടുവന്ന് 2 ആഴ്ച പറമ്പിൽ കെട്ടി അതിന് എന്തെങ്കിലും കേടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിച്ചതിന് ശേഷം മറ്റു പോത്തുകളിലൊപ്പം ഇതിനെ ഉൾക്കൊള്ളിക്കുള്ളൂ. അതെ അതെ അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ പകരും. അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണാൻ ഇങ്ങനെ പുറത്ത് ക്വാറന്റൈനിൽ കെട്ടുന്നത് നല്ലതായിരിക്കും. അതാണ് പ്രത്യേക നിരീക്ഷണം കൊടുക്കണം അല്ലെ? അതെ അതെ. ഓക്കെ, നല്ലത്. ഇപ്പൊ നമുക്കിപ്പോ വന്നതില് എത്ര കിലോ മുതൽ എത്ര കിലോ വരെ കൊടുക്കാനുള്ള പോത്തുകളുണ്ട്? കൊടുക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ 120-ന് മേലോട്ടുള്ള കുട്ടികളാണ് നമ്മൾ പൊതുവെ സെയിൽ ചെയ്യുന്നത്. ഇപ്പൊ 120, അതായത് 120-ന് താഴെ വന്നിട്ടുള്ള കുട്ടികളാണ് നമ്മൾ കൊടുക്കില്ല. 120+ ഉള്ള കുട്ടികളാണ് കൊടുക്കുന്നത് അല്ലെ? ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ കുട്ടികളുടെ വിൽപ്പനയേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുട്ടികളെ വളർത്തുന്നതിലാണ്. നമ്മൾ വളർത്തുന്ന ഫാമാണ്. സാധാരണ ഫാമുകളിൽ അങ്ങനെ കാണാറില്ല. സാധാരണ ഫാമുകൾ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു കൊടുക്കുന്നു, നിർത്താറില്ലല്ലോ. പക്ഷെ ഇവിടെ അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കണേ? നമ്മുടെ കയ്യിൽ സ്ഥലമുണ്ട്, നമുക്ക് സ്ഥലപരിമിതി കറക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മളങ്ങനെ വളർത്താൻ തീരുമാനിച്ചത്. കുട്ടികളെ കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണോ വളർത്തി കൊടുക്കുന്നത്? വളർത്തി കൊടുക്കുന്നതാണ് നമുക്ക് കുറച്ച് കംഫർട്ടബിളും, വാങ്ങുന്നവർക്കും കംഫർട്ടബിളും. വളർത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ പോത്തുകളെ കേടുമാറ്റി നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു. അതല്ല ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയല്ല. ഈ ഒരു പോത്തിനെ ഒരു കൊല്ലൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വലിയ പോത്തുകളോട് ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ അതാണ് നല്ലത്, കുട്ടികളെ കൊടുക്കുന്നതാണോ നല്ലത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് വലുതാക്കിയിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്നാൽ പോലും ആളുകൾ ആവശ്യക്കാരായിട്ട് കൊടുക്കും. കർഷകര് വരുമ്പോ നമ്മൾ കൊടുക്കൂലേ? ഇതിലിപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഏതാണ്ട് 2-3 ആഴ്ച മുമ്പാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അത് അന്ന് ഇത്ര പോത്തുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലൊക്കെ
നിരവധി കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. മുറ പോത്ത് തന്നെയാണോ എന്നുള്ള സംശയമൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അവരോട് എന്താണ് ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട് നിതിന് പറയാനുള്ളത് ഇവിടുത്തെ മാനേജർ എന്ന നിലയിൽ? അത് പൊതുവെ എല്ലാവർക്കും വരുന്ന ചോദ്യം തന്നെയാണ്. നമ്മളിപ്പോ എന്ത് കണ്ടാലും നമ്മൾക്ക് അതിലൊരു ഡൗട്ട്സ് വരുന്നത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. കമന്റ് വരുന്നത് സ്വാഭാവികം. മറുപടി നല്ല ഇട്ടാലും കമന്റ് വരുന്നത് എന്തായാലും ഒരു 10 കമന്റ് നല്ലതുണ്ടെങ്കിൽ ഒരു 15ഉം നെഗറ്റീവ് ആയിരിക്കും. ശരി. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഫാമിലോട്ട് വിസിറ്റ് ചെയ്തിട്ട് വന്നിട്ട് അങ്ങനെ സംശയമുള്ളവർക്ക് വന്ന് നോക്കാം, കുട്ടികളെ നോക്കാം. നമുക്ക് അത്രേ പറയാനുള്ളൂ. നമ്മള് നടു നീട്ടവും വാല് ഇറക്കവും നോക്കി ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മുറ കുട്ടികളാണ്. നമ്മള് ക്രോസ് ബ്രീഡ് സെപ്പറേറ്റ് ഉണ്ട്, ബട്ട് അത് നമ്മള് കാണിച്ചു തരും. ഇവിടെ വന്നാൽ നമ്മള് ഫാമിലി ലൊക്കേഷനിൽ വന്നാൽ നമ്മൾ കാണിച്ചു തരും കുട്ടികളെ. ക്രോസ് ബ്രീഡ് വളരെ കുറച്ച് നമ്മുടെ ഉണ്ട്. ആ ക്രോസ് ബ്രീഡ് വേണ്ടവർക്ക് അത് വാങ്ങാം. അതല്ല മുറ വേണമെന്ന് പറയുന്നവർക്ക് മുറയും മേടിക്കും അല്ലെ? ക്രോസ് ബ്രീഡിന് മുറയ്ക്ക് തമ്മിൽ വില വ്യത്യാസം ഉണ്ടാവുമോ? വില വ്യത്യാസം ഉണ്ട് അല്ലെ? വില നമുക്ക് പറയാൻ പറ്റില്ല എന്ന് തന്നെയല്ലേ? അങ്ങനെയല്ലേ? വില നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് ഡിപ്പെൻഡബിൾ ആണ്. പല കാരണങ്ങളാൽ ബന്ധപ്പെട്ടുള്ള കിടക്കുന്നതുകൊണ്ടാണോ? അതെ. അങ്ങനെയാണോ? അതെ ഷുവർ. ഓക്കെ. എന്നാലും നമുക്ക് ഇത്ര രൂപ മുതൽ കിലോയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇത്ര രൂപ മുതൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് ചോദിച്ചാൽ നമ്മളൊരു 230 മേലോട്ട്, 230 മുതൽ മുകളിലേക്ക് നമ്മുടെ പുതിയ ലോഡ് വരുന്ന കുട്ടികളെ നമ്മൾ അങ്ങനെ മാറ്റി കൊടുക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. കാരണം കുറെ പേര് അത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ശരി. പുതിയ ലോഡ് വരുന്നത് നമുക്ക് അങ്ങനെ തരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. നേരിട്ട് കൊടുക്കും. ക്വാറന്റൈൻ ഇല്ലാതെ. അതൊക്കെ ആകുമ്പോൾ അതിലും റേറ്റ് കുറച്ച് കുറവാക്കിയിട്ട് നമ്മൾ കൊടുക്കും. നല്ല മുറക്കുട്ടികൾ തന്നെയായിരിക്കും. ശരി. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. മേ ബി നാളെ നെക്സ്റ്റ് ഇതായിട്ട് തുടങ്ങണം, ആരംഭിക്കാൻ വേണ്ടി പോവാണ് അല്ലെ? ഓക്കെ. ഇതിനെ ഇപ്പോഴേ എല്ലാവർക്കും വീണ്ടും സംശയമാണ്, പോത്തുകുട്ടികളൊക്കെ എന്ത് ഭക്ഷണം കൊടുത്താലാണ്, എന്ത് തീറ്റ കൊടുത്താലാണ് ഏറ്റവും പെട്ടെന്ന് വളരുക? നാട്ടുപുറത്തെ ആൾക്കാരൊക്കെ ഇതിനെ കൊണ്ടുപോയി അഴിച്ചുവിട്ടൊക്കെയാണ് വളർത്തുക. എന്നാലും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് ഫുഡുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഇവിടെ എന്തൊക്കെ കൊടുക്കണം അതൊന്ന് പറയാൻ പറ്റും? നമ്മളിവിടെ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് സൈലേജും പുല്ലും വൈക്കോലും കട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്നത്. പിന്നെ ഇടനേരം വെള്ളം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കൈത്തീറ്റയായിട്ട് ബീർ വേസ്റ്റ് മിക്സ്, കപ്പ, പിന്നെ നമ്മുടെ പരുത്തി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇതെല്ലാം കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ വൈകുന്നേരത്ത് വരുമ്പോ കഞ്ഞി വെച്ച് കൊടുക്കും. ശരി. കഞ്ഞി അതിലും പരുത്തി പിണ്ണാക്കിടും. അങ്ങനെ കഞ്ഞിയും വെച്ച് കൊടുക്കണം. ശരി. കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് ഒരു 6-7 മാസം ഒരു കുട്ടീനെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 150+ കുട്ടീനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 500+600 തൂക്കത്തിലേക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ താഴെ ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റുകൾ, നെഗറ്റീവ് കമന്റുകൾ, ആളുകൾ തെറി പറയുന്നു, എന്തൊക്കെയോ പറയുന്നു, ഇതൊരിക്കലും ഒരു സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമെന്ന് പറയുന്നു. ഈ ലോകം നടക്കാത്ത പോലെയുള്ള കമന്റുകളാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിനെന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എക്സാമ്പിള് നമ്മുടെ ഫാമിലി തന്നെ ഉണ്ട്. നമ്മള് 200 കിലോ അടുപ്പിച്ച് കൊണ്ടുവന്ന കുട്ടിയായിരുന്നു. 200 കിലോ ഏകദേശം വരുന്ന കുട്ടിയായിരുന്നു. ഇപ്പൊ നമ്മളൊരു 5 മാസം നോക്കിയിട്ടുള്ളൂ. അത് നമ്മൾ ഫാമിലി വന്നാൽ കാണാം. ഇവിടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ളതൊക്കെ നമ്മൾ റീസെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നിർത്താൻ വേണ്ടി ഒരു 3-4 ഉണ്ട്. അത് എത്ര കിലോ ഉണ്ടാവും? അതിപ്പോ കൂടിപ്പോയി ഒരു 600 കിലോന്റെ അടുത്തുണ്ട്. 600 കിലോയുടെ അടുത്തുണ്ട്. അതായത് നമ്മൾ ഈ 100-200 കിലോ വരുന്ന തൂക്കമുള്ള കുട്ടീനെ കൊണ്ടുവന്ന് 5 മാസം നോക്കിയപ്പോഴേക്കും അത് 500+ തൂക്കായി. നമ്മള് തീറ്റ നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ തീറ്റയുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിപ്പോ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്താലേ പോത്തും ആ ഒരു നമ്മളെ ഉദ്ദേശിച്ച രീതിക്ക് വരും. ശരി. അപ്പൊ ആർക്ക് വന്നാലും നമ്മുടെ ഈ വാദം ശരിയാണോ അല്ലേ എന്ന് നേരിട്ട് വന്ന് കാണാൻ പറ്റും. ഈ കമന്റ് ഇടുന്നവർക്കും വന്ന് കാണാം. കമന്റ് സംശയം കൊണ്ട് കമന്റ് ഇടുന്നവർക്കും കാണാം. അതല്ല ഇങ്ങനെ സംഭവിക്കുമല്ലോ മിക്കവരും കമന്റ് ഇടുന്നു. ശരി. ഓക്കെ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. തീർച്ചയായും അവര് കാണാത്തത് വിശ്വസിക്കുള്ളൂ. ശരി. നമ്മുടെ അവിടെ ഉണ്ട്, വരാം, ലൊക്കേഷനിൽ വരാം, കാണാം. ഇതൊക്കെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വന്ന കുട്ടികളാണ് ഈ കാണുന്നതെല്ലാം. ഇന്നലെ വന്ന കുട്ടികളെ നമ്മുടെ തൊഴുത്തിലേക്കല്ല നമ്മൾ കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ പറമ്പിൽ കെട്ടി ഏതാണ്ട് ഒരാഴ്ച കാലം ഈ കുട്ടികൾ ഈ പറമ്പിൽ ഇങ്ങനെ നിന്ന് ഇതിനെന്തെങ്കിലും കേടുകൾ, അതായത് കൊണ്ടിരുന്ന സമയത്ത് പരിക്ക് പറ്റാം, അതായത് അതല്ലാതെ അവിടുന്ന് വല്ല രോഗങ്ങളായിട്ട് ഇങ്ങോട്ട് വരാം, വൈറസോ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയ രോഗങ്ങളൊക്കെ ആയിട്ട് വരാം, കുളമ്പ് രോഗം വരാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹരിയാനയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പോത്തുകളായതുകൊണ്ട് തന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പുറത്ത് കെട്ടുന്നത്. ഇങ്ങനെ പുറത്ത് കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മൾ ഈ തൊഴുത്തിലേക്ക് കെട്ടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെന്തെങ്കിലും അസുഖങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റ് പോത്തുകൾ നമ്മൾ കാലങ്ങളായിട്ട് പരിചരിച്ചു വരുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളിലേക്ക് പെട്ടെന്ന് തന്നെ പടരാനും എല്ലാത്തിനും ഒരുമിച്ച് അസുഖം വരാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് ഇപ്പോ ഈ പറയുന്ന ഇങ്ങനെ ഒരു ക്വാറന്റൈൻ സംവിധാനമുള്ള
ഫാമായിട്ട് ഇത് മാറിയിരിക്കുന്നത്. കാരണം ഒരു കർഷകൻ നേരിട്ട് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ വഴി പോത്തുകളെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് അതിന് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കർഷകൻ തന്നെ അതിനെ ചികിത്സിക്കണം. അതിനെന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ആ കർഷകൻ തന്നെ ഏറ്റെടുക്കണം ഉത്തരവാദിത്വം പൂർണ്ണമായും. നമുക്കില്ല, ഫാമിനില്ല, നമ്മുടെ സ്ഥലത്ത് നിന്നല്ല, ഏത് ഇടനിലക്കാരുടെ അടുത്ത് നിന്ന് പോത്ത് നിങ്ങൾ എടുത്താലും ഈ പറയുന്ന ക്വാറന്റൈൻ കഴിയാത്ത പോത്തുകളെ വാങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്നാലും ഈ പറയുന്ന പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ മതി, എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റു കൊണ്ടുവന്ന് കഴിഞ്ഞ് അതേപോലെ ഞങ്ങൾക്ക് പോത്തിനെ തന്നാൽ മതി എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ്, ഞങ്ങൾ തരാൻ തയ്യാറ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യവും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോത്തുകളുടെ ക്വാറന്റൈൻ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതിന് ശേഷമാണ് നിങ്ങളിലേക്ക് പോത്തുകളെ നമ്മൾ തന്നുവിടുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുകൂടി കാണിച്ചത്. അപ്പോൾ പാലക്കാട് നമ്മുടെ പുതിയ ഫാം NH സൈഡിലുള്ളത് പുതിയതായിട്ട് ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് കുട്ടികളും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുതിയ ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ തന്നെ വരുന്നതാണ്. അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ സൗകര്യവും അതുപോലെ തന്നെ അവിടെ സ്ഥലവും അവിടുത്തെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പുതിയ വീഡിയോയിൽ അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.